ഇതൊരു കേവലം ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആഘോഷമല്ല, ഒന്നാകെ തൃശ്ശൂരിന്റെ ഒന്നാകെ കേരളത്തിന്റെ ഒന്നാകെ ആഘോഷമായി ഇത് മാറുന്നത് അങ്ങനെയാണ്. ഇതൊരു കേവലം ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാവരുടെയും ഒരു എല്ലാ മതസ്ഥരും കൂടുന്ന എല്ലാ സർവ്വസമ്മതമായിട്ടുള്ള ആഘോഷമാണ്. അതിനകത്ത് തന്നെ ഈ സാധനം സഹിക്കുന്ന മക്കള് മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ മുസ്ലിംസിന്റെ, ഹിന്ദുസിന്റെ, ക്രിസ്ത്യൻസിന്റെ. ഇത് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒറിജിനലായിട്ടാണ് ഈ ശരീരം തളർന്ന മക്കൾ ഇതിൽ എല്ലാ വർഷവും ഒരു വർഷം പോലും മുടങ്ങാതെ ഇത് അനുഭവിക്കുന്നത്. അതാണ് അതാണ് ബോൺനത്താലെ ഒരു കേരളത്തിന്റെ യഥാർത്ഥ കേരള മോഡലിന്റെ ഒരു പരിച്ഛേദമാണ്. യഥാർത്ഥ കേരള മോഡൽ ഇതൊക്കെയാണ് എന്ന് കാണിക്കുന്ന ഒന്നുകൂടിയാണ് ബോൺനത്താലെ. അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഈ പറയുന്ന തൃശ്ശൂർ റൗണ്ടിലേക്ക് അല്പസമയത്തിന് തന്നെ അവർ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. അതിനുശേഷം ഗാനം, അതായത് പാട്ടിനനുസരിച്ച് ഓരോ പാപ്പമാരും കൃത്യമായി നൃത്തം വെക്കും. ആ നൃത്തവും അതോടൊപ്പം വേഷവിധാനങ്ങളും ഒക്കെ പരിഗണിച്ചാണ് ഇതിൽ ആരാണ് ഏത് ഇടവകളാണ് വിജയിച്ചത് എന്ന് അറിയുക. അതും അവരെ സംബന്ധിച്ച് ഒരു ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ വള്ളംകളിയെക്കുറിച്ചും അതോടൊപ്പം തൃശ്ശൂർ പൂരത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ആ വള്ളംകളിക്കും തൃശ്ശൂർ പൂരത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന്. അതുപോലെ തന്നെയാണ് ബോൺനത്താലയുടെ കാര്യം. ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത ബോൺനത്താലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂരിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും. കാരണം അത്രമേൽ ദൃശ്യ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ചേച്ചി എവിടെ നിന്നാണ്? പുനർജീവൻ സ്ഥലം സ്വന്തം ഉള്ളൂര്. എല്ലാ വർഷം വരാറുണ്ടോ? ഈ സന്തോഷമാണ് തരുന്ന ദിവസം. എല്ലാ വർഷവും വരുന്ന ആളുകളാണ്. ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബോൺനത്താലെ, ഇവരെ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ബോൺനത്താലെ പൂർണ്ണമാകുക. എവിടെ നിന്നാണ്? കുന്നംകുളം ഭാഗം. വർഷവും പങ്കെടുക്കാറുണ്ടോ? എന്താണ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം? എന്താണ് പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം? സമൂഹത്തിൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്കും ഒരു അംഗത്വം, ഒരു മുൻനിരയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യും. പൂർണ്ണമായും നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ, അല്ലെങ്കിൽ പകുതി? എങ്ങനെയാണ്? റൗണ്ട് ഫുൾ കറങ്ങുന്നുണ്ടോ? കഴിയുന്നവരുണ്ടാവും. ഇത്തരം ആളുകൾ അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ബോൺനത്താലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആകർഷണീയമായ അവരുടെ ഒരു ഭംഗി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത് ബോൺനത്താലയുടെ അതാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഫ്ലാഗ് ഓഫ് നടക്കും. അതിനുശേഷമായിരിക്കും 120ഓളം വരുന്ന ഇടവകളിൽ നിന്ന് 15,000ഓളം വരുന്ന പാപ്പമാർ തൃശ്ശൂർ റൗണ്ട് കീഴടക്കാനെത്തുന്നത്. ഒരു വർഷം ആദ്യം പൂരം, അതിനുശേഷം പുലികളി, പിന്നീട് ഈ പറയുന്ന ബോൺനത്താലെ. അങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ ഒരു ആഘോഷ ചാർട്ട് അല്ലെങ്കിൽ ഒരു ആഘോഷ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. 2013 മുതലാണ് തൃശ്ശൂരിൽ ഈ പറയുന്ന ബോൺനത്താലെ ശ്രദ്ധ ആകർഷിക്കുന്നത്. മാർ ആൻഡ്രൂസ് താഴ്പിതാവിൻ്റെ ഒരു ആശയമാണത്. കേവലം പള്ളികളിൽ മാത്രം ക്രൈസ്തവ ആഘോഷമായി മാത്രം ക്രിസ്മസ് ഒതുങ്ങരുത്, അതിനപ്പുറത്തേക്ക് ക്രിസ്മസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ അടയാളമായി മാറണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളികളിൽ നിന്ന് റോഡുകളിലേക്ക്, തെരുവുകളിലേക്കൊക്കെ ക്രിസ്മസിന്റെ സന്ദേശം പകർന്നുകൊണ്ട്. ശരി, ക്രിസ്മസ് നൽകുന്ന ഐക്യത്തിന്റെ സന്ദേശം തന്നെയാണ് ബോൺനത്താലയും പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.